ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് ചെയ്തില്ലല്ലോ, സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്കർമ്മമല്ല ഇത്. എന്തുകൊണ്ട്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനാണ് ഉസ്താദെ നിങ്ങളൊക്കെ എങ്ങനെ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? വളരെ കഷ്ടമായിപ്പോയി. നിങ്ങൾ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇസ്ലാമിലേക്ക് ആർക്കു വേണമെങ്കിലും എന്ത് കർമ്മങ്ങളും കടത്തിക്കൂട്ടാമല്ലോ. അങ്ങനെയാകുമ്പോൾ ഇസ്ലാം ദീനിൻ്റെ അവസ്ഥ എന്താകും? നിങ്ങൾ ഈ പറഞ്ഞതാണോ ഉസ്താദെ ആ ഹദീസിൻ്റെ ആശയം? ഇസ്ലാമിലുള്ള ഒരു കർമ്മം അത് അവഗണിക്കപ്പെടുമ്പോൾ അതിനെ ഹയാത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? ആ ഹദീസിൻ്റെ സാഹചര്യം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമല്ലേ? മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമിയങ്ങൾ അതിന് ഷറഹും നൽകിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇബ്നു മാജയുടെ ഷറഹാണ്. അല്ലാമ അബുൽ ഹസൻ അസ്സിന്ദി റഹിമഹുല്ലാഹ് എഴുതിയ ഷറഹാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൽ ഇപ്പോൾ സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞ ഈ ഹദീസിൻ്റെ ഷറഹ് വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. എന്താണ് ഖൗലുഹു സുന്നത്തൻ ഹസനത്തൻ? എന്താണ് ഈ സുന്നത്തൻ ഹസനത്തൻ? നല്ലൊരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐ ത്വരീഖത്തൻ മർളിയത്തൻ യുക്തദാ ഫീഹാ, മാതൃകയാക്കാൻ പറ്റുന്ന തൃപ്തികരമായ ഒരു കർമ്മം, നല്ലൊരു കർമ്മമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് നല്ലതും ചീത്തയാവുന്നത്? വത്തമീസു ബൈനൽ ഹസനത്തി വസ്സയ്യിഅത്തി ബിമുവാഫഖത്തി ഉസൂലി ശർഇ വഅദമിഹാ. അതായത് നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കുന്നത് ശർഇന്റെ ഉസൂലിനോട് യോജിക്കുക വിയോജിക്കുക, അതാണ് അതിന്റെ മാനദണ്ഡം. അപ്പൊ ശർഇന്റെ ഉസൂലിനോട് യോജിക്കുന്നതാകുമ്പോഴാണ് അത് നല്ല കർമ്മമായി തീരുന്നത്, നല്ല ചര്യയായി തീരുന്നത്. ഞാൻ ചോദിക്കട്ടെ ഉസ്താദെ, ഷറയിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത, ഷറയിന്റെ ഉസൂലിനോട് ഒരിക്കലും യോജിക്കാത്ത, പിൽക്കാലഘട്ടത്തിൽ ആരൊക്കെയോ കെട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ നബിദിനാഘോഷം. നിങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ആ നബിദിനാഘോഷത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മഹാന്മാരായ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞതിന് നേരെ എതിരാണ് നിങ്ങളുടെ ഈ വ്യാഖ്യാനം. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്.